പൾസർ സുനി പുറത്തിറങ്ങുമ്പോൾ ആരൊക്കെ ആശങ്കപ്പെടണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. ആക്രമിക്കപ്പെട്ട നടി അതിജീവിത ഇതിൽ ഭയക്കേണ്ടതുണ്ടോ? കാരണം നടി ഇക്കാര്യത്തിൽ ആവർത്തിച്ചു പറഞ്ഞിരുന്ന കാര്യം മെമ്മറി കാർഡ്, നഗ്നചിത്രങ്ങൾ അടങ്ങിയ ഫോൺ, ഇത് രണ്ടും പ്രതി പൾസർ സുനിയുടെ പക്കലാണ്. അത് ആർക്കൊക്കെ കൈമാറി എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിക്കകത്ത് നടന്നിരിക്കുന്ന ക്രമക്കേടുകളടക്കം നടി ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതായിരുന്നു, അതിജീവിത ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതായിരുന്നു. പക്ഷേ വിചാരണ ഇത്ര കാലം നീണ്ട് 7.5 വർഷങ്ങൾക്കിപ്പുറം ആർക്കും ലഭിക്കേണ്ടതാണ് ജാമ്യം എന്നുള്ളത് അടിസ്ഥാന അവകാശം എന്നുള്ള നിലയ്ക്കാണ് സുപ്രീം കോടതി ആ ജാമ്യം അനുവദിച്ചത്. അപ്പോഴും എങ്ങനെ വിചാരണ ഇത്ര കാലം നീണ്ടു എന്നുള്ള ചോദ്യം കോടതിയിൽ നിന്ന് ഉയരുന്നുണ്ട്. ശ്യാം ദേവരാജ് വിവരങ്ങളുമായി. ശ്യാം, 7.5 വർഷങ്ങൾക്കിപ്പുറം പൾസർ കൂടി പുറത്തേക്ക് ഇറങ്ങുന്നതോടുകൂടി ഈ കേസിലെ മുഴുവൻ പ്രതികളും പുറത്താകുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. 355 പേരുടെ മൊഴിയെടുക്കുന്നു, 33 പേർ രഹസ്യമൊഴി നൽകുന്നു. ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഒരുപാട് കാര്യങ്ങൾ ചേർന്ന സാമ്പത്തിക സുനിയും ഈ പൾസർ സുനിയും ദിലീപും അടക്കമുള്ള സാമ്പത്തിക ഇടപാടുകളിലെ രേഖകളടക്കം ശാസ്ത്രീയ പരിശോധന നടത്തിയിട്ടുണ്ട്. അതിൻ്റെ രേഖകളടക്കം 400ഓളം രേഖകൾ കുറ്റപത്രത്തിലുണ്ട്. സുനിൽകുമാർ, പൾസർ സുനി, വിജീഷ്, മണികണ്ഠൻ, മാർട്ടിൻ ജോസഫ്, പ്രദീപ്, സലീം, ചാർലി തോമസ് എന്നിവരാണ് അതിലെ മറ്റു പ്രതികൾ. എല്ലാ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലും ഈ വിചാരണ ഏതൊക്കെ രൂപത്തിൽ പോയി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. കോടതിക്കകത്തു നിന്നും മെമ്മറി കാർഡ് നഷ്ടപ്പെടുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നതാണ്. ഇപ്പോൾ സുപ്രീം കോടതി ചോദിച്ചിരിക്കുന്ന നിർണായകമായ ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങൾക്കിപ്പുറം പൾസർ സുനിക്ക് ജാമ്യം നൽകുമ്പോൾ കോടതി പറയുന്ന കാര്യങ്ങൾ എന്താണ് ശ്യാം? വിചാരണ കോടതിക്ക് മേൽ നിരവധിയായ ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഒന്നാം പ്രതി പൾസർ സുനിക്ക് സുപ്രീം കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. അതുതന്നെയാണ് ഈ കേസിൽ പൾസർ സുനിക്ക് ജാമ്യം എന്നതിനപ്പുറം ഉയർന്നു വരുന്ന ചോദ്യങ്ങളും സമൂഹത്തിന് മുന്നിലേക്ക് ഉയരുന്ന ചോദ്യങ്ങളും. പൾസർ സുനി 90 ദിവസത്തിലധികം ഉദ്യോഗസ്ഥനെ, ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു എം പൗലോസിനെ വിസ്തരിച്ചോ എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു. അതൊരു ആശ്ചര്യകരമായ നടപടിയാണ് എന്നുകൂടി സുപ്രീം കോടതി വിലയിരുത്തുന്നുണ്ട്. എങ്ങനെയാണ് വിചാരണ മുന്നോട്ട് പോകുന്നതെന്ന് കോടതി ചോദിക്കുന്നുണ്ട്. അന്തിമവാദത്തിന്, അതായത് വിചാരണയ്ക്ക് ഇത്രയും നാൾ എടുത്തു, 7.5 വർഷം എടുത്തു. അങ്ങനെയെങ്കിൽ അന്തിമവാദത്തിന് എത്ര നാൾ എടുക്കുമെന്ന് സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് വിചാരണ നടപടികൾ അവസാനിക്കാത്തത് എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നു. ഈ രീതിയിൽ എങ്ങനെ മുന്നോട്ട് പോകാനാകും എന്ന വിചാരണയെ സംബന്ധിച്ചുള്ള ഒരു ആശങ്ക എന്ന നിലയിൽ സുപ്രീം കോടതി ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുന്നുണ്ട്. എട്ടാം പ്രതി ദിലീപാണ്. ദിലീപിൻ്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള ഇത്ര സുദീർഘമായി ഒരു സാക്ഷിയെ വിസ്തരിച്ചത് 261 സാക്ഷിയായ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു എം പൗലോസിനെ ഇത്ര ദീർഘമായി വിസ്തരിച്ചത് അത്ഭുതപ്പെടുത്തുന്നു എന്നാണ് സുപ്രീം കോടതി മറ്റൊരു ഘട്ടത്തിൽ നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ചോദ്യങ്ങൾ വിമർശനങ്ങളായി മുന്നോട്ട് വരുമ്പോൾ അത് വിചാരണ കോടതിയുടെ മേലിലാണ് ആ വിമർശനങ്ങൾ എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം ഒരു സാക്ഷിക്ക് വേണ്ടി, ഒരു പ്രതിക്ക് വേണ്ടി ഒരു സാക്ഷിയെ ഇത്ര സുദീർഘമായി വിസ്തരിക്കാൻ അനുവദിക്കുന്നു. അത് വിസ്തരിക്കുന്നത് കോടതി എഴുതിയെടുക്കുന്നത് തന്നെ ഏതാണ്ട് 2830 പേജിലധികം ഉള്ള രേഖയായി കോടതിയിൽ ഈ കേസിൻ്റെ വിചാരണയുമായി ബന്ധപ്പെട്ട രേഖയായി മാറുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുമ്പോൾ അത് പ്രോസിക്യൂഷനെ സംബന്ധിച്ചും വളരെ വലിയ ആശങ്കയുള്ളൊരു സമയമാണ്. കാരണം വിചാരണ എന്നത് അതിൻ്റെ അന്തിമഘട്ടത്തിലാണ്. ഇതുവരെയും പൂർത്തിയായിട്ടുള്ള നടപടികൾ ഒരു വിചാരണയുടെ ഭാഗമായുള്ള ഏറ്റവും സുപ്രധാനമായ ആദ്യഘട്ടത്തിലുള്ള നടപടിയായ ഈ വിസ്താരമാണ്, സാക്ഷി വിസ്താരമാണ്. അത് പ്രോസിക്യൂഷൻ മുൻനിർത്തിയ സാക്ഷികളെയാണ് വിസ്തരിച്ചത്. ഇനി അടുത്ത നടപടി എന്നത് ഈ പ്രതികളുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തുക എന്നതാണ്. മാത്രമല്ല അവരുടെ വാദം, അവരുടെ തെളിവുകൾ, അവരുടെ പ്രോസിക്യൂഷൻ പ്രതിഭാഗം നിർത്തുന്ന സാക്ഷികൾ എന്നിവയെല്ലാം ഇനി നടപടിക്രമങ്ങളുമായി അങ്ങനെ മുന്നോട്ട് പോകും. ഇനി വിചാരണ കോടതി പൾസർ സുനിയുടെ മൊഴി രേഖപ്പെടുത്താനുണ്ട്. അതൊരു നടപടിക്രമമാണ്. അത്തരമൊരു മൊഴി രേഖപ്പെടുത്തുമ്പോൾ പൾസർ സുനിയുടെ മൊഴി എന്തായിരിക്കും എന്നത് ഈ കേസിൽ നിർണായകമാണ്. അത് ദിലീപിന് അനുകൂലമാകുമോ?